വർഷയെ കൂടെ കൂട്ടി നീ ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നീ അവളുടെ നല്ല ജീവിതം തൊലയ്ക്കോ? അമ്മ പറഞ്ഞതായിരിക്കും ഇതൊക്കെ അല്ലേ? എന്റെ ആന്റി അമ്മ പറഞ്ഞ പോലെ ഒന്നും ഇല്ല. ആരുടെയും ജീവിതം തൊലച്ചു കളയാൻ നോക്കുന്നവളല്ല ഞാൻ. ഞാനും വർഷയും ചേച്ചി അനിയത്തിയും പോലെയാ ആ വീട്ടിൽ കഴിയുന്നത്. ചേച്ചിയോ? നീ എന്റെ മോളുടെ ചേച്ചിയോ? അവളുടെ ചേച്ചി അവളുടെ യോഗ്യത ഉണ്ടോടി നിനക്ക്? അവളുടെ സ്റ്റാറ്റസ് എന്ത്, നിന്റെ സ്റ്റാറ്റസ് എന്ത്? എന്റെ സ്റ്റാറ്റസ് എന്താ കുറവ്? നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താന്നേ കുറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുമ്പ് കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ. ചുമ്മാ വഴക്കുണ്ടാക്കാതെ പോവാൻ നോക്ക്. നിന്നോട് പറയേണ്ടത് പറഞ്ഞിട്ട് ഞാൻ പോവും. പോവിറ്റും കാർ ഓടിച്ചും എത്ര കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോന്ന് പറഞ്ഞ് വർഷയുടെ മനസ്സ് മാറ്റി കൂടെ കൂട്ടുന്നത് അവളുടെ കാശ് കിട്ടാനല്ലേ? സ്നേഹം നടിച്ച് സൂത്രത്തിൽ അവളിൽ നിന്ന് കാശടിച്ച് മാറ്റാനാണ് നീ നിന്റെ ഭർത്താവ് നോക്കുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. മറ്റുള്ളവരുടെ പണം കണ്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ. അധ്വാനിച്ച് ജീവിക്കുന്നവർ തന്നെയാ. ഓ പിന്നെ അധ്വാനിച്ച് ജീവിക്കുന്നവര്. അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചേ എന്റെ മോളെ സ്വർണ്ണം എടുത്തവളല്ലേ നീ? അന്ന് എല്ലാരും ചേർന്ന് ആ വിഷയം ഒതുക്കി തീർത്തതാ. നീ നല്ലവളാണ്, അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടില്ലേ വർഷയുടെ അച്ഛനെ നിന്റെ ഹസ്ബൻഡ് നടിച്ചത്? അന്നേ നിങ്ങളെ കുറിച്ച് മനസ്സിലായതാ. കാശുണ്ടാക്കാൻ വേറൊരു വഴിയില്ലേടി നിനക്ക്? എന്റെ മോളെ സോപ്പിട്ട് സൂത്രത്തിൽ കാശ് വാങ്ങിക്കാൻ നോക്കുകയാണല്ലേ? നിന്റെ കെട്ടിന് കുടിക്കാൻ കാശ് വേണമല്ലേ? നിർത്ത വായടയ്ക്കുന്ന നിങ്ങക്ക് നല്ലത്. എന്താടി? എന്റെ ഭർത്താവിനെ കുറിച്ച് തെറ്റായി എന്തെങ്കിലും പറഞ്ഞ സ്വഭാവം മാറും എന്റെ. വർഷയുടെ അമ്മയാണല്ലോ എന്ന് കരുതി മിണ്ടാതിരുന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ വായിക്ക് തോന്നിയത് വിളിച്ചു പറയാ. ക്ഷമയ്ക്കൊരു അതിരുണ്ട്, പറഞ്ഞേക്കാം. നീ എന്തിനാ വർഷം കൂടെ കൂടി അവളെ ഒരു നോപ്പിക്കുന്നത്? നീ കാരണം നമുക്ക് മോശം പേരുണ്ടായത്. ഞാൻ അവളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഒന്നുമില്ലാതെ നിന്റെ അമ്മയും അങ്ങനെ പറയോ? അവര് പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ? ഒരു പറഞ്ഞത് കേട്ട് ചോദിക്കാൻ വന്നേക്ക. പോയി നിങ്ങളുടെ മോളോട് ചോദിക്കേ, അവക്കറിയാം സത്യം എന്താന്ന്. എന്റെ മോളുടെ ലൈഫ് നീ ഇല്ലാതാക്കരുത്. കാശിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് എത്ര കാശ് വേണം പറയും, ഞാൻ തരാം. ആർക്ക് വേണം നിങ്ങളുടെ കാശ്? വർഷയെ പറഞ്ഞാ മതിയല്ലോ. സ്റ്റാറ്റസ് നോക്കാതെ ഒരാളോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞു. അവൾ കേൾക്കില്ല. ആ വീട്ടിൽ തന്നെയല്ലേ ശ്രുതിയും കഴിയുന്നത്. അവള് വർഷയെ കൂടെ കൂട്ടി എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടോ? അവൾ അങ്ങനെ ചെയ്യില്ല. കാരണം അവള് കാശുള്ള വീട്ടിലെ പെണ്ണ, നിന്നെ പോലല്ല. വീട്ടിൽ കാശുണ്ടായാൽ നല്ല കുടുംബമാവോ? കാശുള്ളവര് മാത്രമാണോ നല്ലവര്? ഞങ്ങൾ അധ്വാനിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവർ തന്നെയാ. കുടുംബത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിക്കോണം, കേട്ടല്ലോ? അധ്വാനിച്ച് സമ്പാദിക്കുന്നുണ്ടെങ്കിലേ പിന്നെ നീ എന്തിന് എന്റെ മോളെ കൂടെ കൂട്ടി അവളുടെ മനസ്സ് മാറ്റി അവളിൽ നിന്ന് കാശ് വാങ്ങാൻ നോക്കുന്നത്? അനാവശ്യം പറയരുത്. വർഷയുടെ അമ്മയോട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൈ കിട്ടിയതെടുത്ത് അടിച്ചത് ഞാൻ. നിന്റെ അമ്മായിമ്മ പറഞ്ഞതുപോലെ തന്നെയാടി. എന്റെ മോളുടെ ലൈഫ് നശിപ്പിക്കരുത് നീ. നിന്നോടൊക്കെ സംസാരിക്കുമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ എന്തിനാ വിഷമിക്കുന്നേ? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും തന്നെ നിന്റെ വായിന്ന് വന്നില്ലേ? ഇത്രയും ധൈര്യം നിനക്കുണ്ടായിരുന്നല്ലേ? നീ ഇപ്പൊ ഇതൊക്കെ മനസ്സിന് വിട്ട് പോയി പോവിക്കാൻ നോക്ക്. രേവതിയില്ല നിൽക്കുന്നത്. ഇതാ ആരാ വന്നേന്ന് നോക്കി. രേവതി സച്ചേനന്റെ എവിടെ? ഇതുവഴി പോകുമ്പോ നിന്നെ ഇവിടെ കണ്ടിട്ട് ഇറങ്ങിയതാ. വർഷയുടെ അമ്മ നിന്നെ കണ്ടിട്ട് പോകുന്നുണ്ടല്ലോ. അവരെന്തിനാ വന്നേ? അത് എന്നെ കാണാൻ വന്നതാ. എന്തിനാ അവര് നിന്നെ കാണുന്നത്? അത് പൂ വാങ്ങിക്കാൻ. അല്ല, അതിന് അവര് കാറിൽ കയറുമ്പോ കയ്യിൽ പോകണ്ടായിരുന്നില്ലല്ലോ. അല്ല, അത് അവർക്ക് വേണ്ട പൂ എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. എന്തിനാ രേവതി എന്നോട് കള്ളം പറയുന്നത്? അവർ വന്ന് നിന്നോട് പോവാങ്ങിക്കാനൊന്നുമല്ല. നിന്റെ മോൻ കണ്ടാലറിയാം വേറെ എന്താ നടന്നിട്ടുണ്ട്. ഒന്നുമില്ല, അവര് ചുമ്മാ വന്നതാ. ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. രേവതി, എന്തിനാ നീ സച്ചി എടുത്ത് മറച്ചു വെക്കണേ? അതായത് സച്ചി. ചേച്ചി വേണ്ട. രേവതി നീ ഉണ്ടായിരുന്നേ. ചേച്ചി എന്താ പറ. ആ സ്ത്രീ വന്ന് രേവതിയെ വല്ലാതെ വഴക്ക് പറഞ്ഞു. എനിക്ക് തോന്നി ഒരു കാറിൽ കയറി പോകുന്നത് കണ്ടപ്പോഴേ എനിക്കൊന്ന് പന്തേട് തോന്നിയിരുന്നു. എന്തിനാ അവരെന്നെ അവിടെ പറഞ്ഞേ? ഒന്നുമില്ല സച്ചേട്ടാ. എന്തിനാ ചേച്ചി വെറുതെ? പിന്നെ സച്ചി അറിയണ്ടേ? എന്തിനാ സച്ചിയോട് പറയാതിരിക്കണേ? ആ സ്ത്രീ രേവതിയെ വന്ന് വരട്ടി. അവരുടെ മോളുടെ നല്ല ജീവിതം ഇല്ലാതാക്കരുത്. അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ച് നീ അവക്ക് മോശം പേരുണ്ടാക്കി കൊടുക്കാണ്. അവളുടെ കാശ് കൈക്കലാക്കാൻ വേണ്ടിയാ നീ അവക്കൊപ്പം കൂടുന്നത് എന്നൊക്കെ പറയാ. അവരുടെ മോളെ മോശമാക്കുന്നത് രേവതിയാന്നൊക്കെ ഇപ്പൊ പറയുന്നത്. അവർക്ക് അത്രയ്ക്ക് അഹങ്കാരോ? അവരെന്തിനാ ഇപ്പൊ വന്ന് നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഒക്കെ സച്ചേന്റെ അമ്മ കാണിച്ച പണിയാ. സച്ചേന്റെ അമ്മ അവരെ വിളിച്ചു വരുത്തി എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ടിട്ട് അവരെന്നെ വന്ന് വഴക്ക് പറഞ്ഞതാ. അത് നീ രണ്ട് കൈയും കെട്ടി കേട്ട് നിന്നല്ലേ? ഇല്ല, ഞാനും നന്നായി പറഞ്ഞിരുന്നു. വേണ്ടത് കൊടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു തന്നെ കാര്യം. വേണ്ട സച്ചേട്ടാ, എന്തിനാ വെറുതെ? എന്റെ വണ്ടി ഇവിടെ ഇരിക്കല്ലേ, ഞാൻ പോവാ. ചേച്ചി ദേവൂരി കീ കൊടുത്തിട്ട് ഈ വണ്ടി വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറയാം. അവര് രേവതിയെ വരട്ടിട്ട് പോയതല്ലേ? ആ സ്ത്രീ വെറുതെ വിടരുത്. ചെല്ല്. സച്ചേട്ടാ വേണ്ട. ഉശിരുള്ള ആണിനെ രേവതിക്ക് ഭർത്താവായി കിട്ടിയത്. അതുകൊണ്ട് അവക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അവനത് മായിച്ചോളും. മഹിമ രേവതിയെ കണ്ട് നല്ല വഴക്ക് കൊടുത്തു കാണും. രേവതി വന്ന് വർഷയുടെ കാര്യം ചോദിക്കും. വർഷയുടെ സ്വഭാവം വെച്ച് അവള് വിട്ടുകൊടുക്കില്ല. രണ്ടുപേരും വഴക്കടിക്കും. രണ്ട് വഴിക്കാവും. നിങ്ങൾ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് പൊളിക്കാൻ വേണ്ടി തന്നെ മക്കളെ ഞാൻ മഹിമയെ ചാവി കൊടുത്തു വിട്ടത്. എന്താ രണ്ടുപേരും കൂടി നേരത്തെ വന്നേ? അതെന്താ ഇത് ഓഫീസോ മറ്റാണോ? ടൈമിന് പോയിട്ട് ടൈമിന് വരാൻ നേരത്തെ വന്നപ്പോ എന്താ കുഴപ്പം? അല്ല, ഞാൻ സാധാരണ രീതിയിൽ ചോദിച്ചേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിടമേ, അവള് വേറെന്തോ ടെൻഷനില്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താമേ പറഞ്ഞു? അത് തനിയെ സംസാരിക്കണം. ശ്രീകാന്ത്, എനിക്ക് തലവേദനിക്കുന്നു. ഞാൻ മുറിയിലുണ്ടാവും. നീ സംസാരിച്ചിട്ട് വാ. പറയാമേ. ഞാനേ ഇന്ന് വർഷയുടെ അമ്മയെ കണ്ടിരുന്നു. എവിടെ വെച്ച്? ഭാമയുടെ വീട്ടിൽ വെച്ച്. ഞാൻ മഹിമയെ അവിടത്തേക്ക് വിളിച്ചു വരുത്തിയതാ. എന്തിന്? ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നിന്റെ ഭാര്യ എന്നെ വില വെക്കുന്നില്ല. ആ രേവതിയുടെ കൂടെ ചേർന്ന് എന്തൊക്കെയാ അവള് കാണിക്കുന്നത്? രേവതിയെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ അവൾ എന്റെ നേരെ ചാടി വീഴും. മഹിമയോട് പറയണ്ടെന്നാ ഞാൻ ആദ്യം വിചാരിച്ചെ. പക്ഷെ അവളെ അടക്കി നിർത്തേണ്ട സമയത്ത് അടക്കി നിർത്തിയില്ലെങ്കിൽ പിന്നെ പിടിച്ചാ കിട്ടില്ല. വലിയ പ്രശ്നമാവും അത്. അതുകൊണ്ടാ ഞാൻ മഹിമയെ വിളിച്ച് സംസാരിച്ചത്. ആന്റിയോട് അമ്മ എന്താ പറഞ്ഞു? അത് എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിന് കാരണക്കാരി ഞാനാണോ? ഏട്ടത്തിന്റെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ഭാര്യ ഞങ്ങളെ കുറിച്ച് അങ്ങനെ കരുതിയ ഏട്ടാ വിഷയം പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വലിയ വീട്ടിൽ ആളെന്ന് കരുതി എന്ന് പറയാ ഞങ്ങൾ കൈ കെട്ടി നോക്കിക്കണോ? എന്താടാ, എന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഇത് വേറെ വിഷയം. നിങ്ങൾ ഇതിൽ തലയിടണ്ട. എവിടെ വർഷം? അവള് മുറിയിലുണ്ട്. ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും.
സച്ചിടാ മഹിമ രേവതിയെ ചെന്ന് കണ്ടിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുക. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ കയറി വരട്ടാണല്ലോ രേവതി. നിന്റെ അമ്മ എന്തിനാ രേവതി വരട്ടെ? അവിടെ എന്ത് ചെയ്തു പറയുന്നേ? അതിന് കാരണം നിങ്ങളുടെ അമ്മയാ. നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കേ. എന്റെ അമ്മയോട് ചോദിക്കണം. എന്റെ അമ്മ എന്ത് ചെയ്തു? നിന്റെ അമ്മയല്ലേ വന്ന് രേവതി വഴക്കുണ്ടാക്കിയ. പിന്നെ ഞാൻ എന്റെ അമ്മയോട് ചോദിക്കണം. നീ തന്നെ വാ. സച്ചിനെ വെറുതെ വഴക്കുണ്ടാക്കാതെ. നീ ഉണ്ടായില്ല. നീ വാഴോക്കി പോ. എന്റെ ഭാര്യ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. വഴക്ക് തുടങ്ങി. വർഷയുടെ അമ്മ ഒരു കാര്യമില്ലാതെ രേവതിയോട് വന്ന് വഴക്കുണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ ഉണ്ടായിക്കണം. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുക. രണ്ട് വഴിക്കാവും. ഡോക്ടർ അമ്മുമ്മേ കണ്ണു ഉറക്ക അമ്മുമ്മേ. അമ്മുമ്മേ അമ്മുമ്മേ കണ്ണു ഉറക്ക്. എനിക്ക് ആരുമില്ല. അമ്മൂമ്മയ്ക്ക് ഒന്നുമില്ല മോനെ. അമ്മുമ്മ എന്താ കണ്ണു ഉറക്കാത്ത? അമ്മൂമ്മ ചെറിയൊരു മയക്കത്തില്. ഇപ്പൊ ഉണർന്നോളൂ. മോൻക്കറിയല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടോ? അറിയില്ല. ഞാനിവരുടെ അയൽപക്കത്താ താമസം. വിമലേച്ചി അങ്ങനെ കാര്യങ്ങളൊന്നും വിട്ടു പറയാറില്ല. പ്രയാസങ്ങളൊക്കെ ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരു പ്രകൃതം. വീടിന് പുറത്ത് ജോലി ചെയ്യുമ്പോഴാ ചേച്ചി തലയിറങ്ങി വീണത്. അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഇങ്ങനെ തലറങ്ങി വീഴാറുണ്ട്. ഇവർക്ക് മറ്റു റിലേറ്റീവ്സ് ആരും ഇല്ലേ? ഒരു മോളുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. ഡോക്ടർ, വിമലേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കട്ടെ. അമ്മുമ്മ അതെ, കാഷ്വാലിറ്റി എവിടെ? അങ്ങോട്ടാ. അമ്മുമ്മ എഴുന്നേക്ക്. അമ്മുമ്മ അമ്മുമ്മ എഴുന്നേക്ക് അമ്മുമ്മ. ആന്റി അമ്മുമ്മ കണ്ണു ഉറക്കുന്നില്ല. ഓ കരയാതെ. ആന്റി വന്നില്ലേ? ഇരിക്കെ. അമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത്? തല കറങ്ങി വീണതാ. വീടിന് മുമ്പിൽ ജോലി ചെയ്തോണ്ട് നിൽക്കുമ്പോഴാ വീണത്. ആദിയുടെ കരച്ചില് കേട്ട് ഓടി ചെന്നതാ ഞാൻ. ഉടനെ തന്നെ ഒരു വണ്ടി പിടിച്ച് ഇവിടെ എത്തിച്ചു. അമ്മ ഒന്ന് കണ്ണുറക്കമ്മേ. അമ്മേ എന്നെ നോക്കമ്മേ. അമ്മേ ശ്രുതി, കരയാതെ മോളെ. ഒന്ന് എഴുന്നേക്കമ്മേ. അമ്മേ ഒന്ന് കണ്ണു തുറക്ക്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അമ്മേ അതി നോക്കടാ. അമ്മേ സിസ്റ്ററെ, അമ്മ കണ്ണുറന്നു. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. അമ്മേ കല്യാണി, അമ്മേ കരയാതെ നീ. എനിക്കൊന്നുമില്ല. അമ്മുമ്മ കണ്ണു ഉറക്കാതിരുന്നപ്പോ ഞാൻ പേടിച്ചോ ആന്റി. അതെ, അമ്മമ്മ കണ്ണു തുറന്നില്ലേ? മോൻ കരയാതെ. അമ്മ മരുന്നൊന്നും നേരെ വേണം കഴിക്കാറില്ലേ? കഴിക്കാറുണ്ട്. മരുന്ന് ഇതുവരെ മുടക്കിയിട്ടില്ല. പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചേ? എനിക്കറിയില്ല മോളെ. പെട്ടെന്ന് നെഞ്ചടിപ്പ് കൂടി കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. നല്ല ചുറ്റി നിലത്ത് വീണു. ആ ഡോക്ടർ, വിമലേച്ച് കണ്ണു തുറന്നു. വേദനയൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടറെ. നിങ്ങൾ ഇവരുടെ മകളാണോ? അതെ ഡോക്ടർ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ECG ചെറിയൊരു വേരിയേഷൻ ആണ്. മൈൽഡ് അറ്റാക്ക് ആണെന്നതാ. ഡോക്ടർ ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. സ്കാനിങ്ങിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി കുറച്ച് ടെസ്റ്റ് റിപ്പോർട്ട് കൂടി വരാനുണ്ട്. അത് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം. ഇവർക്ക് ഓൾറെഡി BP ഉണ്ടല്ലേ? ഇപ്പൊ നോക്കിയപ്പോ BP ലെവൽ ഹൈയാ. ബോഡി വീക്കാ. നല്ല സ്ട്രെസ് ഉണ്ടെന്നാ തോന്നുന്നു. നിങ്ങൾ അവരുടെ കൂടെ അല്ലേ താമസം? അല്ല ഡോക്ടർ. നിങ്ങൾക്ക് ഇവരുടെ കൂടെ താമസിച്ചൂടെ? കുഞ്ഞുവിന് മാത്രമേ താമസിക്കുന്ന സേഫ് അല്ല. ഇത്ര സിറ്റുവേഷൻ ഇനി വരാം. ഡോക്ടറെ, ഇന്ന് പോവാൻ പറ്റുമോ? വന്നുടനെ പോവാൻ ധൃതിയായോ? ഇന്നെന്തായാലും പോകാൻ പറ്റില്ല. അസുഖം മാറണ്ടേ? എന്തായാലും റിപ്പോർട്ട് വരട്ടെ. അത് നോക്കി പ്രശ്നമൊന്നുമില്ലെങ്കിൽ നാളെ ഈവനിങ് പോകാം. ശരി ഡോക്ടർ, താങ്ക്സ്. അമ്മേ ശ്രുതി, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? എപ്പോഴും ഞങ്ങളുടെ തന്നെ എത്തിയെന്ന് വരില്ല. ഒന്നുകിൽ നീ ഇവരുടെ കൂടെ ഇവരുടെ വീട്ടിൽ താമസിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും നിന്റെ കൂടെ അവിടെ താമസിക്കട്ടെ. എന്ത് വേണോന്ന് നീ തീരുമാനിക്ക്. ശ്രുതി ഇവിടെ ഉണ്ടല്ലോ. എന്നാ ഞാൻ പോട്ടെ. വീട്ടിൽ ഇന്ന് ഗസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് ചെല്ലണം. ശരി ചേച്ചി, പോയിക്കോ. താങ്ക്സ്. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. വിമലേച്ചി, പോട്ടെ. നീ കൃത്യസമയത്ത് എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാ ഞാൻ ഇന്നിവിടെ ജീവനോടെ കിടക്കുന്നത്. നന്ദിയുണ്ട്. എന്തിനാ നന്ദിയൊക്കെ പറയുന്നേ? ഇതൊക്കെ ആരായാലും ചെയ്യുന്നതല്ലേ. പോട്ടെ. ഇങ്ങനെ കൂടെ തലറങ്ങി മയങ്ങി വീഴാറുണ്ടോ? പക്ഷെ പെട്ടെന്ന് ശരിയാവാറുണ്ട്. ഇതെന്താ എന്നോട് പറയാതിരുന്നേ? പറഞ്ഞിട്ട് നിന്നെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് കരുതി. ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയ്ക്ക് നല്ല സ്ട്രെസ് ഉണ്ടെന്ന്. എന്താ പ്രശ്നം? മോളെ കല്യാണി, ഒന്നും മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് നാളെ എത്രയായെന്നറിയൂ? അതിന് മാത്രം എന്താ ഉണ്ടായതമ്മേ? നീ ആഗ്രഹിച്ചൊരു ജീവിതം കണ്ടെത്തി. അത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ മരിച്ചുപോയാ ആദിക്ക് പിന്നെ ആരുണ്ട് മോളെ? എന്റെ മനസ്സിൽ എപ്പോഴും ആ ചിന്ത മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ മരിച്ചുപോയോ? ആദ്യം ആരും ഇല്ലാതാവാൻ എന്തിനമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നോണ്ടാ ഈ സ്ട്രെസ്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അതാ. അയൽവക്കത്തെ ചേച്ചി കണ്ടോണ്ട് രക്ഷപ്പെട്ടു. ആരും ഇല്ലാത്ത സമയത്ത് എങ്ങനെ സംഭവിച്ചെങ്കിൽ എന്താവും സ്ഥിതി? എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം വിധി പോലെ നടക്കട്ടെ. ആന്റി നമുക്കെല്ലാവർക്കും ഇവിടത്തെ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാം. എനിക്ക് പേടിയാവുന്നു ആന്റി. അതെ,